അ- അച്ഛാ. ആ ശബ്ദം കേട്ട ഉടനെ തന്നെ വിശ്വം പെട്ടെന്ന് കണ്ണു തുറന്ന് അവളെയൊന്ന് നോക്കി. തൻ്റെ മുഖത്തേക്ക് നോക്കിയെന്ന് പുഞ്ചിരിക്കാൻ പോലും പേടിച്ചു നിൽക്കുന്ന വേദയെ കണ്ട ഉടനെ തന്നെ വിശ്വം അവളെ സ്നേഹത്തോടെ വിളിച്ച് അടുത്തേക്ക് എത്തി. അവളുടെ നെറുകയിൽ പതിയൊന്ന് തൊട്ടുകൊണ്ട് അയാളൊന്ന് പുഞ്ചിരിച്ചപ്പോഴാണ് അത്രയും നേരം മനസ്സിനകത്തെ വീർപ്പുമുട്ടലുകളെല്ലാം അവസാനിച്ച് തൻ്റെ ശ്വാസം തിരിച്ചു കിട്ടിയതുപോലെ അവൾക്കും തോന്നിയത്. മോൾക്ക് ഈ അച്ഛനോട് വെറുപ്പുണ്ടോ? അവൾ പതിയൊന്ന് തലയാട്ടി കൊടുത്തു. എനിക്കറിയാം മോളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. സ്നേഹത്തോടെ ഒരു വാക്ക് പോലും ഞാൻ മോളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മോളാണെന്ന് അച്ഛൻ തെറ്റിദ്ധരിച്ചു പോയി. ഈ അച്ഛന് സംഭവിച്ചു പോയ ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു അത്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടാൻ കാരണം മോളാണെന്ന് പോലും അറിയാതെ ഞാൻ വിശ്വസിച്ചു പോയി. എല്ലാം എൻ്റെ തെറ്റായ കാഴ്ചപ്പാടുകൾ മാത്രമായിരുന്നു. അച്ഛൻ അതൊക്കെ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ മകന് ചേർന്നവൾ തന്നെയാണ് നീ. അവൻ്റെ മനസ്സിലെ നന്മ തിരിച്ചറിഞ്ഞ ഈശ്വരന്മാരാണ് നിങ്ങളെ തമ്മിൽ ഒരുമിപ്പിച്ചത്. അത് മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ പ്രവർത്തിച്ചു പോയി. നിങ്ങളുടെ സ്നേഹത്തെ വേർപ്പെടുത്താനും അകറ്റി നിർത്താനും ശ്രമിച്ചവനാണ് ഞാൻ. അങ്ങനെയുള്ള പാപിയായി അച്ഛനോട് ക്ഷമിക്കാൻ കഴിയോ മോൾക്ക്? മാപ്പ് തരാൻ കുട്ടിക്ക് സാധിക്കുമോ? നെഞ്ചി തകർന്ന വേദനയോടെ അവളെ നോക്കി അയാൾ അത് ചോദിക്കവേ പെട്ടെന്ന് അവളുടെ മനസ്സും ആകെയൊന്ന് വല്ലാണ്ടായി. എന്തു പറയണമെന്ന് പോലും അറിയാതെ നിറക്കണ്ണുകളോടെ അവൾ അന്നേരം അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്തൊക്കെയാ അച്ഛനീ പറയുന്നത്? എന്നോട് മാപ്പ് ചോദിക്കാൻ മാത്രം തെറ്റൊന്നും അച്ഛൻ ചെയ്തിട്ടില്ല. എൻ്റെ മുൻപിൽ അച്ഛൻ ഒരിക്കലും ചെറുതായി പോയിട്ടുമില്ല. എവിടെയോ കിടന്നിരുന്ന ഈ ജന്മത്തെ കൂടെ കൂട്ടിയൊരു ജീവിതം തന്നതാണ് അച്ഛൻ്റെ ഈ മകൻ. അർഹിക്കാത്തതാണെന്ന് അറിഞ്ഞിട്ട് പോലും മനസ്സെവിടെയോ കൈവിട്ടു പോയി. അകന്നു മാറാൻ ശ്രമിച്ചതാണ് ഞാൻ. എന്നാൽ അപ്പോഴൊക്കെ അനന്തേട്ടൻ്റെ സ്നേഹത്തിന് മുന്നിൽ അറിയാതെ മനസ്സിടറി പോവുമായിരുന്നു. അത് ശരിക്കും എൻ്റെ തെറ്റായിരുന്നില്ലേ അച്ഛാ? നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ ഞാൻ കാരണമല്ലേ നഷ്ടപ്പെട്ടു പോയത്? അപ്പോൾ പിന്നെ ക്ഷമ ചോദിക്കേണ്ടത് ശരിക്കും ഞാനല്ലേ അച്ഛാ? ഇടറിയ സ്വരത്തിൽ അവൾ അന്നേരം അയാൾക്ക് മുൻപിൽ ഇരുന്നുകൊണ്ട് വിതുമ്പൽ അടക്കി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ആ നന്മ അയാൾ ശരിക്കും തിരിച്ചറിയായിരുന്നു. നിന്റെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് മോളെ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പരസ്പരം മനസ്സിലാക്കിയ നിങ്ങളുടെ സ്നേഹത്തിന് മുൻപിൽ മറ്റുള്ള കുറവുകളൊന്നുമല്ല കുട്ടി. ഈ അച്ഛനിപ്പോൾ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നുന്നുണ്ട്. കൈലാസം വീട്ടിലെ ഇളയ മരുമകളാവാനുള്ള എൻ്റെ എല്ലാ യോഗ്യതയും നിനക്കുണ്ടെന്ന് അച്ഛനിപ്പോൾ ബോധ്യമായി. ഇത്രയും കാലം എൻ്റെ കുടുംബത്തിൽ നിന്നും നിന്നെ അകറ്റി നിർത്തിയതിലുള്ള കുറ്റബോധം അച്ഛനിപ്പോൾ കുത്തി നോവിക്കുന്നത് പോലെ വേട്ടയാടുക. അതുകൊണ്ട് ആ തെറ്റെല്ലാം എനിക്കിനി തിരുത്തണം. കഴിഞ്ഞതെല്ലാം എൻ്റെ മക്കൾ മറക്കണം. എന്നിട്ട് തിരിച്ച് കൈലാസത്തേക്ക് നിങ്ങൾ രണ്ടുപേരും വരണം. ഈ വൃദ്ധനായ അച്ഛൻ്റെ ഒരു ആഗ്രഹമാണിത്. സാധിപ്പിച്ചു തരില്ലേ എൻ്റെ മക്കൾ? അനന്തുവിലേക്കും അവളിലേക്കും നോട്ടം പായിച്ചുകൊണ്ടയാൾ ആ ചോദ്യം ചോദിക്കവേ എന്തു മറുപടി പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു പെട്ടെന്ന് വേദ അനന്തുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയത്. അപ്പോഴേക്കും അനന്തവും അവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. വരും, ഞങ്ങൾ രണ്ടുപേരും കൈലാസത്തിലേക്ക് ഉടനെ തന്നെ വരും അച്ഛാ. ഈ ഒരു വിളിക്ക് വേണ്ടിയാണ് അച്ഛൻ്റെ ഈ മകന് ഇത്ര നാളായിട്ട് കാത്തിരുന്നത്. അതുകൊണ്ടിനി കൂടുതലൊന്നും ആലോചിച്ച് എൻ്റെ അച്ഛൻ മനസ്സ് വിഷമിപ്പിക്കരുത്. ഇപ്പം അച്ഛന് പൂർണ്ണ വിശ്രമമാണ് ആവശ്യം. ഞങ്ങളെല്ലാവരും അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാകും ഇനിയുള്ള കാലം. അച്ഛനിത് വിശ്വസിച്ചോട്ടേടാ ആനന്ദു. കണ്ണുകളിൽ ജിജ്ഞാസ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ആ ചോദ്യത്തിന് മുൻപിൽ ഒരു പുഞ്ചിരിയോടെയാണ് അവൻ അന്നേരം അച്ഛൻ്റെ കൈകളിൽ പിടിച്ച് ഉറപ്പ് നൽകിയത്. ഈ അനന്തുവിനെ അച്ഛന് വിശ്വസിക്കാം. കൈലാസത്തിലെ വിശ്വംഭരൻ്റെ ഇളയ മകനായ ഈ അനന്തനാരായണൻ ഒരിക്കലും ആരോടും വെറും വാക്ക് പറയാറില്ല അച്ഛാ. തൻ്റെ വാക്കുകളിലെ സന്തോഷം ആ മുഖത്ത് പ്രകടമായി കണ്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സിനും വലിയൊരു ആശ്വാസം കൈവരികയായിരുന്നു. സ്വന്തം അച്ഛനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന അനന്തേട്ടൻ്റെ തീരുമാനം തന്നെയാണ് ഉചിതമെന്ന് വേദയും മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു അന്നേരം. വിശ്വംഭരൻ്റെ അവസ്ഥയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയ സമാധാനത്തോടെയാണ് സുധാകരൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറിയത്. എന്നാൽ പോകുമ്പോഴുള്ളതിനേക്കാൾ ദേഷ്യത്തിലാണ് അയാൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറിയത്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു വാക്കുകൊണ്ട് പോലും വിശ്വം വനജയെ നോവിപ്പിച്ചിട്ടില്ലെന്ന് അയാൾക്ക് നന്നായി അറിയാം. അങ്ങനെയുള്ള ഒരു ഏട്ടനോട് ഇത്രയും ക്രൂരമായി പെരുമാറാനും അവഗണിക്കാനും മാത്രമുള്ള വിദ്വേഷം
എന്തായിരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷ അയാളുടെ മനസ്സിനെയും ആകെയൊന്ന് വീർപ്പുമുട്ടിക്കാൻ തുടങ്ങിയതോടെ തൻ്റെ കലിയടക്കി നിർത്താൻ സുധാകരൻ അന്നേരം സാധിക്കാതെ പോവുകയായിരുന്നു. താനകത്തേക്ക് വന്നതുപോലും അറിയാത്ത ഭാവത്തിൽ ടെലിവിഷനിലേക്ക് നോക്കിയിരുന്ന് സമയം ചെലവഴിക്കുന്ന തൻ്റെ ഭാര്യയെ കൂടി കണ്ടപ്പോൾ അയാൾക്ക് അയാളെ തന്നെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി. പല്ലുകൾ കൂട്ടിക്കടിച്ച് കണ്ണുകൾ ചുവപ്പിച്ചുകൊണ്ട് സുധാകരൻ ഓടിച്ചെന്ന് വനജയുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചതും വേദനയോടെ വനജ അന്നേരം ഉറക്കിയൊന്ന് നിലവിളിച്ചു പോവുകയായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒന്നും അറിയാത്തതുപോലെ ഭാവിക്കാൻ നിനക്ക് എങ്ങനെയാടി മൂദേവി സാധിക്കുന്നത്? നാഴികയ്ക്ക് 40 വട്ടം എൻ്റെ ഏട്ടനാണെന്നും പറഞ്ഞ് വിശ്വത്തിൻ്റെ കൂടെ നടന്നവളല്ലേടി നീയെ? ആ നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചതിന് പിന്നിലെ കാരണമെന്തെന്ന് എനിക്കും കൂടി ഒന്ന് അറിയണം വനജേ. പറയടി അസത്തെ, വിശ്വനെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള വേദന സംഭവിക്കണമെങ്കിൽ ആ പ്രശ്നം അയാളെ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കണം വനജെ. അങ്ങനെ എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതുവരെ നിന്റെയൊക്കെ താളത്തിൽ തുള്ളുന്ന സുധാകരനെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. എന്നാ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല നീ എന്നെ കാണുന്നത്. അതുകൊണ്ട് സത്യം തുറന്നു പറയുന്നതാ നിനക്കൊക്കെ നല്ലത്. കണ്ണ് തുറപ്പിച്ചുകൊണ്ട് അയാൾ വനജയുടെ നേരെ തലങ്ങും വിലങ്ങുമായി കൈനീട്ടി അടിക്കുന്ന ബഹളം കേട്ടായിരുന്നു ഭദ്രയും മുകളിൽ നിന്നും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ഓടി വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അച്ഛൻ്റെ ആ പെരുമാറ്റം ഭദ്രയെയും മടിമുടിയാകെ വിറപ്പിച്ചു കളയുകയായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയെ അനുസരിക്കുന്ന അച്ഛനെ മാത്രമേ അവൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതിൽ നിന്നും വ്യത്യസ്തമായ അച്ഛൻ്റെ ഈ ഭാവത്തിൽ അവളും ആകെയൊന്ന് ഭയന്നുപോയി. അച്ഛൻ്റെ ഓരോ അടിയിലും എതിർക്കാൻ കഴിയാതെ വേദനിച്ച് പുളയുന്ന തൻ്റെ അമ്മയെ കണ്ട് സഹിക്ക വയ്യാതെയാണ് പെട്ടെന്ന് അവൾ അറിയാതെ അച്ഛൻ്റെ മുൻപിലെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങിയത്. കൈലാസത്തിലെ വിശ്വംഭരനോടുള്ള അമ്മയുടെ സ്നേഹം വെറും നാടകം മാത്രമായിരുന്നുവെന്നും സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു അമ്മ ഇത്രയും നാൾ അയാളെ സ്നേഹിച്ചു കൂടിയതെന്നും അവൾ ആ മുഖം നോക്കാതെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും വനജ ഒന്നിനും പ്രതികരിക്കാതെ ഒരു ശിലയെപ്പോലെ തന്നെയാണ് അവിടെ ഉറച്ചു നിന്നത്. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിൻ്റെ ഷോക്കിലാണ് അന്ന് അമ്മാവന് അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചു പോയതെന്നും അവൾ പറഞ്ഞു തീർക്കുമ്പോഴേക്കും സുധാകരൻ്റെ കണ്ണുകളാകെ ചുവന്ന് കലകുകയായിരുന്നു. ശ്വാസം അടക്കി പിടിച്ച് അയാൾ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നതിനിടയിലും തല ഉയർത്താതെയും കണ്ണുനീർ ഒലിപ്പിക്കാതെയുമാണ് വനജ അയാൾക്ക് മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ നിന്നുകൊടുത്തത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ മനസ്സും ആകെ തളർന്നു പോയ ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രം സ്വന്തം കൂടപ്പിറപ്പിനോട് സ്നേഹം നടിച്ച് കൂടിയ തൻ്റെ ഭാര്യയെ അയാൾ ഒരു നിമിഷം അറപ്പോടെയും വെറുപ്പോടെയുമാണ് നോക്കിയത്. ഇത്രയും കാലം വനജയെ അനുസരിച്ച് ജീവിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവളോടൊരല്പം ബഹുമാനവും അസൂയമൊക്കെ തനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. സ്വന്തം കൂടപ്പിറപ്പിനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണല്ലോ തൻ്റെ ജീവിത പങ്കാളിയായി വന്നിരിക്കുന്നതെന്ന അഭിമാനമായിരുന്നു തൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. അവർ തമ്മിലുള്ള സ്നേഹത്തിലും തനിക്ക് അസൂയ തോന്നിയിരുന്നത് സ്നേഹത്തിൻ്റെ മറ്റൊരു രൂപമായിട്ടേ താൻ എപ്പോഴും കണ്ടിരുന്നുള്ളൂ. അതിനെല്ലാം താൻ ഏറെ സന്തോഷവാനായിരുന്നുവെന്നും അയാൾക്കറിയാം. എന്നിട്ടും അയാൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം തോന്നിയത് സ്വന്തം മകളുടെ വെളിപ്പെടുത്തലുകൾ തന്നെയായിരുന്നു. ഇത്രയും വർഷം ഒരുമിച്ച് കഴിഞ്ഞിട്ടും സ്വന്തം ഭാര്യയുടെ മനസ്സെന്താണെന്ന് തിരിച്ചറിയാൻ തനിക്ക് സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധത്തോടെ വനജയോടുള്ള വെറുപ്പ് അടക്കി പിടിച്ചുകൊണ്ട് അയാൾ അവരുടെ മുന്നിലേക്ക് വീണ്ടും ചെന്നു നിന്നു. നിന്റെ മനസ്സ് ഇത്രയ്ക്ക് ക്രൂരമാണെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല വനജെ. എങ്ങനെയാണ് നിനക്ക് ഇതുപോലെയൊക്കെ ചിന്തിക്കാൻ തോന്നിയത്? ഒരേ രക്തത്തിൽ പിറന്നവരായിട്ടും ശ്വാസം കിട്ടാതെ ആ മനുഷ്യൻ നിന്റെ മുൻപിൽ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ട് പോലും നിനക്കൊരല്പം പോലും മനുഷ്യത്വം ആ മനുഷ്യനോട് തോന്നിയില്ലല്ലോടി. ചോദിച്ചതെന്തും വേണ്ടതിലധികം നിനക്ക് നൽകിയ ആ മനുഷ്യനോട് ഇത്രയധികം വെറുപ്പ് മനസ്സിലടക്കി പിടിക്കാൻ മാത്രം വിശ്വ നിന്നോട് എന്ത് തെറ്റടി ചെയ്തത്? സ്വന്തം മക്കളെക്കാളും ഭാര്യയെക്കാളും അധികം നിന്നെയും നിന്റെ മോളെയും സ്നേഹിച്ചു പോയതാണോടി അയാൾ ചെയ്ത തെറ്റ്? അതെ, അയാൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ മണ്ടത്തരവും അതുതന്നെയായിരിക്കും. എന്തായാലും നിന്റെ ഈ ചതി കൊണ്ട് ഇപ്പോൾ വിശ്വത്തിനെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലെന്ന് ഒടുവിൽ നീ തന്നെ ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു. അത് സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ പോലും സത്യമാണെന്ന് നീ തന്നെ ഞങ്ങൾക്ക് തെളിയിപ്പിച്ചു തന്നു. വനജയുടെ നേരെ തറപ്പിച്ചൊരു നോട്ടം നോക്കി അയാൾ അത് പറയവേ അവരുടെ മുഖം ഒന്നുകൂടി കുനിഞ്ഞു പോവുകയായിരുന്നു. ഇനിയിപ്പോൾ ഞാനൊരു തീരുമാനം പറയാം. ഇത്രയും കാലം നീ പറയുന്നതിനെല്ലാം ഞാൻ തലയാട്ടി നിന്നിരുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് ഒരിക്കലും തകർന്നു പോകരുതെന്ന് കരുതിയായിരുന്നു.
ഇനി എനിക്കൊന്നും നോക്കാനില്ല. എല്ലാം ഇനി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ഇവിടെ നടക്കുക. ഇതൊക്കെ അച്ചുവും അനന്തവും അറിയാനിടയാൽ പിന്നെ നിന്നെ അവരൊരിക്കലും ജീവനോടെ വച്ചേക്കില്ല വനജെ. അനന്തുവിൻ്റെ സ്വഭാവം മറ്റാരെക്കാളും നന്നായി നിനക്കും അറിയാവുന്നതാണല്ലോ. ആ സ്ഥിതിക്ക് അവർ വന്ന് നിന്നെ അടിച്ചിറക്കുന്നതിനേക്കാൾ നല്ലത് നീയായിട്ട് ഇവിടെ നിന്ന് സ്വയം ഇറങ്ങിപ്പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിലയറിയാത്ത നിന്നെപ്പോലൊരു ഭാര്യയെ ഇനി ഈ സുധാകരന് ആവശ്യമില്ല വനജെ. അതുകൊണ്ട് എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വേഗം എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. സുധേട്ടനിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തീരുമാനം കേട്ടതിൻ്റെ ഞെട്ടലോടെയാണ് പെട്ടെന്ന് വനജയുടെ കണ്ണുകളാകെ ഭയം കൊണ്ട് വിടർന്നു വന്നത്. അച്ഛൻ പറഞ്ഞത് വിശ്വസിക്കാനാകാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു ഭദ്രയും അന്നേരം അവിടെ സ്തംഭിച്ചു നിന്നത്. അമ്മയെ പിരിഞ്ഞുള്ള ഒരു ജീവിതം തനിക്ക് ഒരിക്കലും സാധിക്കില്ലെന്ന വേദനയോടെ അവൾ പെട്ടെന്ന് സുധാകരൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി. അച്ഛനിത് എന്തൊക്കെയായി പറയുന്നത്? അമ്മയെ എവിടുന്ന് ഇറക്കി വിട്ടാൽ പിന്നെ നമ്മുടെ അമ്മ എവിടേക്ക് പോകാനാ അച്ഛാ? ഒരു തെറ്റ് സംഭവിച്ചു എന്ന് കരുതി ഇത്രയും വലിയ ശിക്ഷയൊന്നും എൻ്റെ അമ്മയ്ക്ക് കൊടുക്കരുത് അച്ഛാ, പ്ലീസ്. എൻ്റെ അമ്മയെ അച്ഛനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അമ്മയോടൊന്ന് ക്ഷമിക്കച്ചാ. സുധാകരൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു യാചനയോടെ കണ്ണീരുതിർത്ത് ഭദ്ര അത് പറയുമ്പോഴും മനസ്സ് പതറാതെയാണ് അയാൾ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയത്. ശരിക്കും നിന്റെ അമ്മയുടെ കയ്യിലിരിപ്പിന് ഈ ശിക്ഷ ഒന്നും മതിയാകില്ല ഭദ്രേ. അത്രയും വലിയൊരു വഞ്ചനയാണ് ഇവൾ ഈ കുടുംബത്തോട് കാട്ടിയത്. എനിക്കൊരിക്കലും ഇതൊന്നും ക്ഷമിക്കാനും പൊറുക്കാനും ആവില്ല. അതുകൊണ്ട് അമ്മയെ ന്യായീകരിച്ച് നിൽക്കാനാണ് നിൻ്റെയും ഭാവമെങ്കിൽ അമ്മയുടെ കൂടെ തന്നെ നിനക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാം. എന്താ, അത് വേണോ നിനക്ക്? അച്ഛൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയ നിൽപ്പോടെയാണ് ഭദ്ര അമ്മയുടെ മുഖത്തേക്ക് അന്നേരം നിസ്സഹായതയോടെ ഒരു നോട്ടം നോക്കിയത്.